നമസ്കാരം എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ ഇതുപോലുള്ള സാധാരണ ഫോണുകൾ എങ്ങനെ നമുക്ക് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഒരുപാട് കാശിൻ്റെയൊക്കെ ഫോണുകൾ എല്ലാം തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 10 വാട്ടിൻ്റെയും 25 വാട്ടിൻ്റെയൊക്കെ ചാർജറൊക്കെയാണ് കൂടെ കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് മേടിച്ച് പെട്ടെന്ന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇങ്ങനെയുള്ള സാധാരണ ഫോണുകൾ നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാനായിട്ട് കുറച്ച് മെനക്കേടാണ്, ഒരുപാട് സമയം എടുക്കും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുവാണെങ്കിൽ നിങ്ങളുടെ ഫോണും നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഐഡിയാസും കാര്യങ്ങളെല്ലാം താഴെ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ദിവസവും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് മുടങ്ങാതെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുമ്പം ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു കാട്ടിലോ ഏതെങ്കിലും ഒരു ഒളിച്ചും പാത്തൊക്കെ കൊണ്ട് വെക്കുന്ന ചാർജ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ പ്രോപ്പർ നല്ല റേഞ്ച് ഇല്ലാത്തടത്ത് വെച്ച് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ പെട്ടെന്ന് ചാർജ് കയറില്ല. അതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ റേഞ്ച് കുറവാണെങ്കിൽ പല ആൾക്കാരും വല്ല കാട്ടിലൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ഇരുട്ടത്ത് ഒളിച്ചും പാത്രം കൊണ്ട് വയ്ക്കുമ്പോൾ റേഞ്ച് വളരെ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഫോൺ വീണ്ടും റേഞ്ച് പിടിക്കാനായിട്ട് അവിടെ കിടന്നൊരു വലിയ പ്രോസസ്സിങ് കാര്യങ്ങൾ നടക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഫോണിൽ ചാർജ് പോകുന്നതിനെ കാരണമാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒന്നില്ലെങ്കിൽ നല്ല റേഞ്ച് ഉള്ളിടത്ത് വെച്ച് ഫോൺ ചാർജ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ എയർപ്ലാൻ മോഡ് ഓൺ ചെയ്തിട്ടതിന് ശേഷം അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഫോൺ ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ചാർജിങ് സ്പീഡ് വളരെ പെട്ടെന്ന് കയറുന്നതായിരിക്കും. അതായത് ഡിസ്ചാർജിങ് ആണ്, ചാർജ് കുറഞ്ഞു പോകുന്നത് ഇറങ്ങി പോകുന്ന ഒരു പരിധി വരെ നമുക്ക് അവിടെ നിന്ന് തടയാൻ സാധിക്കും. അതുവഴി നിങ്ങളുടെ ഫോൺ പെട്ടെന്ന് ചാർജ് ആവുന്നതാണ്. ഇപ്പം ഫോൺ എയർപ്ലാൻ മോഡിലോ അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾ നെറ്റും കാര്യങ്ങളും ഓഫ് ചെയ്തിട്ട് നല്ല റേഞ്ചുള്ളടുത്ത് വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചാർജ് കയറുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ ഒരുപാട് വലിയ അടിപൊളി കവറുകളൊക്കെ നമ്മൾ ഇടാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വലിയ കവറുകളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കവർ നൂരി വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് ചാർജ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഫാസ്റ്റായിട്ട് ചാർജ് കയറുന്നതാണ്. അതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ ഇങ്ങനെ കവറൊക്കെ ഇട്ട് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂടാവുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ ഈ ചാർജിങ്ങിൻ്റെ സംഭവം സ്പീഡ് കുറച്ച് ഡൗൺ ആവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ലെങ്കിലും നിങ്ങൾ ഫോൺ ഒന്ന് ജസ്റ്റ് കവറൊന്നും ഇടാതെ ഒന്ന് ചാർജ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ചാർജിങ് സ്പീഡിൽ വ്യത്യാസം വരും. അപ്പം ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ തീർച്ചയായിട്ടും ഫാസ്റ്റായിട്ട് ചാർജ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എയർപ്ലാൻ മോഡ് ഓൺ ചെയ്തിട്ട് ചാർജ് ചെയ്യുക. അതുപോലെ തന്നെ വൈഫൈ ഓഫ് ചെയ്യുക, നെറ്റ് ഓഫ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഫോൺ ചാർജ് ചെയ്യുമ്പം ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ ബ്രൈറ്റ്നസ് ഏറ്റവും കുറച്ചിട്ടതിന് ശേഷം ചാർജ് ചെയ്യുക. അപ്പോൾ അതുവഴി തന്നെ നമുക്കറിയാം ഇപ്പം നമ്മുടെയൊക്കെ വമ്പൻ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡിസ്പ്ലേ തന്നെ നല്ല രീതിയിൽ ചാർജ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ തീർച്ചയായിട്ടും ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫോണിലെ കുറച്ച് സെറ്റിങ്സുകൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിലോട്ട് വരിക. അതിനുശേഷം നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കുക. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഓൺ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ബിൽഡ് നമ്പറിൽ ഒരു 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു, അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതിനുശേഷം നിങ്ങൾ കുറച്ച് താഴേക്ക് വരുവാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. അതിൽ USB കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ സാധിക്കും. അതിൽ MTP എന്നായിരിക്കും എല്ലാവരുടെയും, അതായത് മീഡിയ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും. അതങ്ങ് ചാർജിങ്ങിലേക്ക് മാറ്റിയിട്ടേക്കുക. അപ്പോൾ അത് ചാർജിങ്ങിലേക്ക് മാറ്റിയിടുക വഴി നിങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് നിങ്ങൾ ഈ കാറിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെയാണ് ചാർജ് ചെയ്യാനിടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാനായിട്ട് ആ ഒരു സെറ്റിങ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു സെറ്റിങ്സ്, അതായത് ഡെവലപ്പർ ഓപ്ഷനിൽ അടുത്തൊരു ഒളിഞ്ഞിരിക്കുന്ന സെറ്റിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചിങ്ങോട്ട് താഴേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി കാണാൻ സാധിക്കും. എല്ലാവരുടെയും ഫോണുണ്ട്, ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പേരിലും വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. അതായത് നമുക്ക് ലിമിറ്റ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരുടെയും 2 3 അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലിമിറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നോ ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനോട് നിങ്ങൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും പ്രോസസ്സ് ആവാതിരിക്കും. അപ്പോൾ അതുവഴി തന്നെ നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രോസസ്സ് നടക്കാതിരിക്കുന്ന വഴി നിങ്ങളുടെ ഫോൺ പെട്ടെന്ന് ചാർജ് കയറുന്നതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം കൂടി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അവസാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൻ്റെ ഒറിജിനൽ ചാർജർ വെച്ച് തന്നെ ചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് പല ആൾക്കാരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റിലൊക്കെ നമുക്ക് വളരെ പ്രൈസ് കുറച്ച് ചൈനീസ് ബ്രാൻഡുകളിലുള്ള ചാർജറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പലപ്പോഴും ബെഡിലൊക്കെ കിടന്നുകൊണ്ട് ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ നല്ല നീളമുള്ള ചാർജറിലായിരിക്കും മേടിച്ചിട്ട് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നൊരു മണ്ടത്തരമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒറിജിനൽ ചാർജർ, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഒറിജിനൽ ചാർജർ അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയാലും കമ്പനിയുടെ ചാർജറും മേടിച്ച്, അത് ഒരുപാട് നീളമില്ലാത്തത് മേടിച്ച് ചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴും നിങ്ങളുടെ ഫോൺ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചാർജ് കയറുന്നതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ ചാർജ് ചെയ്യുന്ന സമയത്ത്, അത് നിങ്ങൾ ഏത് സമയത്താണെങ്കിലും ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക്
കറണ്ട് കുത്തിയാണെങ്കിലും അല്ലെങ്കിൽ പവർ ബാങ്ക് യൂസ് ചെയ്താണെങ്കിലും അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചാർജ് കയറുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുക. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗിവ് അവേയിൽ പങ്കെടുക്കാത്ത കൂട്ടുകാരെല്ലാം ഗിവ് അവേയിലൂടെ ഒന്ന് പങ്കെടുക്കുക. ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അറിഞ്ഞിട്ടില്ല ഈ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരിലോട്ടും ഷെയർ ചെയ്തിരിക്കുക. എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുതെന്നാണ്. മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.